ഒരു സിനിമയുടെ ട്രെയിലറിലെ ഒറ്റ ഡയലോഗ്. പക്ഷെ അത് കേട്ടവർക്ക് അത് വെറും ഡയലോഗ് ആയിരുന്നില്ല. വർഷങ്ങൾക്ക് മുമ്പ് അനുഭവിച്ച വേദനയും കണ്ണീരും വീണ്ടും ഓർമ്മിപ്പിച്ച ഒരു മുറിവായിരുന്നു അത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും കശ്മീരിലും വലിയ ചർച്ചയായിരിക്കുന്നത് അജയ് ദേവ്ഗൺ നായകനാകുന്ന ചൗഹാൻ എന്ന സിനിമയുടെ ട്രെയിലറാണ്. ട്രെയിലറിലെ ഒരു ഡയലോഗ് കശ്മീരിലെ പെല്ലറ്റ് ഗൺ ആക്രമണത്തിൽ പരിക്കേറ്റവരുടെ ദുരിതത്തെ നിസ്സാരവൽക്കരിക്കുന്നതാണെന്ന് ആരോപിച്ച് നിരവധി പേർ രംഗത്തെത്തിയിരിക്കുകയാണ്. എന്താണ് ഈ വിവാദം? എന്തുകൊണ്ടാണ് ഇത്രയും പ്രതിഷേധം ഉയരുന്നത്? 2010 മുതൽ കശ്മീരിൽ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ സുരക്ഷാ സേന വ്യാപകമായി ഉപയോഗിച്ച ആയുധമാണ് പെല്ലറ്റ് ഗൺ. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ആയിരക്കണക്കിന് ആളുകൾക്ക് ഈ വെടിയേറ്റ് പരിക്കേറ്റു. നൂറുകണക്കിന് ആളുകൾക്ക് കണ്ണിന്റെ കാഴ്ച ഭാഗികമായോ പൂർണ്ണമായോ നഷ്ടമായി. മനുഷ്യാവകാശ സംഘടനകൾ വർഷങ്ങളായി ഈ ആയുധത്തിന്റെ ഉപയോഗത്തെ ചോദ്യം ചെയ്തു വരികയാണ്. ഇത്തരം പശ്ചാത്തലത്തിലാണ് ചൗഹാൻ ട്രെയിലറിലെ ഒരു ഡയലോഗ് വിവാദമായത്. പെല്ലറ്റ് ഗൺ പരിമിതമായ നാശനഷ്ടം മാത്രമേ ഉണ്ടാക്കൂ എന്ന തരത്തിൽ ട്രെയിലറിൽ അവതരിപ്പിക്കുന്നതായി വിമർശകർ ആരോപിക്കുന്നു. യഥാർത്ഥത്തിൽ ജീവിതകാലം മുഴുവൻ വേദനയും വൈകല്യവും അനുഭവിക്കുന്നവരുടെ ദുരിതത്തെ ഇത് ചെറുതാക്കി കാണിക്കുന്നുവെന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത്. പെല്ലറ്റ് ആക്രമണത്തിൽ ഒരു കണ്ണിന്റെ കാഴ്ച നഷ്ടമായ മുഹമ്മദ് അഷ്റഫ് ഉള്ളവർ വളരെ വികാരഭരിതമായാണ് ഈ വാക്കുകൾ പറയുന്നത്. ഒരു വെടിയേറ്റ മുറിവ് സുഖപ്പെട്ടു, പക്ഷെ പെല്ലറ്റ് ഉണ്ടാക്കിയ മുറിവ് ഞാൻ മരിക്കുന്നത് വരെ സുഖപ്പെടില്ലെന്നാണ് അവർ പറയുന്നത്. ഈ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ അവരുടെ ജീവിതത്തിൽ ആ സംഭവം എത്ര വലിയ ആഘാതമാണ് സൃഷ്ടിച്ചതെന്ന് മനസ്സിലാക്കാം. ഇവരെ പോലെ ഒരുപാട് ഇരകൾ ഇതേ കാര്യം തന്നെയാണ് പറയുന്നത്. 2016 സംഘർഷത്തിനിടെ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴാണ് പെല്ലറ്റ് കണ്ണിൽ തറച്ചതെന്ന് മറ്റൊരിരയായ ജഹാംഗീർ അഹമ്മദ് പറയുന്നു. ഇന്നും വെളിച്ചത്തിലേക്ക് നേരിട്ട് നോക്കാൻ കഴിയില്ല. ദൂരം കൃത്യമായി മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ട്രെയിലറിലെ ഡയലോഗ് കണ്ടപ്പോൾ തൻ്റെ ജീവിതം മുഴുവനായി അനുഭവിച്ച വേദനയെ വെറും സിനിമാ സംഭാഷണമാക്കി മാറ്റിയെന്ന തോന്നലാണ് ഉണ്ടായതെന്നും അദ്ദേഹം പറയുന്നു. ഇങ്ങനെ ഒരുപാട് പേർക്ക് ഒരുപാട് കഥകൾ കശ്മീരിൽ പറയാറുണ്ട്. 2016 സംഘർഷത്തിനിടെ പെല്ലറ്റ് ആക്രമണത്തിൽ മകന്റെ കണ്ണ് നഷ്ടമായ ഒരു അമ്മയുടെ കഥ. കാഴ്ച നഷ്ടപ്പെടുമോ എന്ന ഭയത്തോടെ ശസ്ത്രക്രിയാ മുറിക്ക് പുറത്ത് മണിക്കൂറുകളോളം കാത്തിരുന്ന ഒരു അമ്മയുടെ വേദന അറിയാത്തവർക്ക് ഇങ്ങനത്തെ സംഭാഷണങ്ങൾ എഴുതാൻ എളുപ്പമായിരിക്കും. ഇതൊരു രാഷ്ട്രീയ പ്രസ്താവനയല്ല, ഇത് മനുഷ്യരുടെ വേദനയാണ്. ഈ വിഷയത്തിൽ ഗവേഷകരും മനുഷ്യാവകാശ പ്രവർത്തകരും രംഗത്തെത്തിയിട്ടുണ്ട്. ഡൽഹി ആസ്ഥാനമായ ഗവേഷക ഡോക്ടർ രുചിക ശർമ്മയുടെ അഭിപ്രായത്തിൽ കലാസ്വാതന്ത്ര്യം പ്രധാനമാണ്. പക്ഷേ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ യഥാർത്ഥ ദുരന്തങ്ങളെ തെറ്റായി ചിത്രീകരിക്കാനോ അതിൻ്റെ ഗൗരവം കുറച്ചു കാണിക്കാനോ അതിൻ്റെ പേരിൽ പാടില്ല. കാരണം സിനിമകൾ സമൂഹത്തിൻ്റെ ഓർമ്മയും ചരിത്രത്തെക്കുറിച്ചുള്ള ധാരണയും സ്വാധീനിക്കുന്ന ശക്തമായ മാധ്യമമാണ്. അതേസമയം ഈ വിവാദത്തിൽ സിനിമയുടെ അണിയറ പ്രവർത്തകർ ഇതുവരെ ഔദ്യോഗിക പ്രതികരണം നടത്തിയിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ വിമർശനങ്ങളും ചർച്ചകളും ശക്തമായി തുടരുന്നുണ്ട്. ഇവിടെ ഒരു വലിയ ചോദ്യവും ഉയരുന്നുണ്ട്. യഥാർത്ഥ ദുരന്തങ്ങളെ സിനിമയിൽ അവതരിപ്പിക്കുമ്പോൾ സംവിധായകർക്കും തിരക്കഥാകൃത്തുക്കൾക്കും എന്ത് ഉത്തരവാദിത്തമാണ് ഉള്ളത്? ഒരു വിഭാഗം പറയുന്നു സിനിമയ്ക്ക് സൃഷ്ടിപരമായ സ്വാതന്ത്ര്യം വേണം. മറ്റൊരു വിഭാഗം പറയുന്നു യഥാർത്ഥ മനുഷ്യരുടെ ദുരിതത്തെ വിനോദത്തിനായി ഉപയോഗിക്കരുത്. ഈ രണ്ട് നിലപാടുകൾക്കിടയിലാണ് ഇപ്പോഴത്തെ വിവാദം. ഇന്ത്യയിൽ ചരിത്രവും രാഷ്ട്രീയവും സംഘർഷങ്ങളും സിനിമകളുടെ വിഷയമാകുന്നത് പുതിയ കാര്യമല്ല. എന്നാൽ യഥാർത്ഥ ദുരന്തങ്ങൾ അനുഭവിച്ചവരുടെ വേദനയെ എങ്ങനെ അവതരിപ്പിക്കണമെന്ന ചോദ്യം ഓരോ തവണയും ഉയരാറുണ്ട്. പ്രത്യേകിച്ച് കശ്മീർ പോലുള്ള അതീവ സങ്കീർണമായ വിഷയങ്ങളിൽ ഒരു ഡയലോഗ് പോലും വലിയ സാമൂഹിക ചർച്ചയ്ക്ക് വഴിവെക്കുമെന്ന് ഈ സംഭവം വീണ്ടും തെളിയിക്കുകയാണ്. അവസാനമായി ഒരൊറ്റ കാര്യം, ഈ വിവാദത്തിൽ ആരാണ് ശരി ആരാണ് തെറ്റ് എന്നത് പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. എന്നാൽ ജീവിതകാലം മുഴുവൻ ഒരു കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടവരുടെയും സ്ഥിരമായ ശാരീരിക മാനസിക ആഘാതം അനുഭവിക്കുന്നവരുടെയും അനുഭവങ്ങൾ യാഥാർത്ഥ്യമാണ്. അതിനാൽ ഇത്തരം വിഷയങ്ങൾ സിനിമയിൽ അവതരിപ്പിക്കുമ്പോൾ കൂടുതൽ സൂക്ഷ്മതയും ഉത്തരവാദിത്വവും ആവശ്യമാണ് എന്ന അഭിപ്രായം ശക്തമായി ഉയരുന്നുണ്ട്.